ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് ഇത്. ഇപ്പോഴൊക്കെ വെക്കണ പോലെ നമ്മൾ എന്താ പറയുക, ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. സാധാ രീതിയിൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കിലോത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ എപ്പോഴും വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം നല്ലപോലെ വാർത്ത് കളഞ്ഞിട്ട് മാത്രം വെക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോഴുള്ളൂ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴുള്ളൂ കറി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇതൊന്ന് 1/4 ഭാഗം ഒന്ന് വഴറ്റിയെടുക്കണം. ഫുള്ളായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം ആയി കിട്ടിയാൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സവാള ഒന്ന് വഴന്ന് കിട്ടും ചെയ്യും, നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. ചിക്കൻ കറി വെക്കാനൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഈ രീതിയിലൊന്ന് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്, കൂടുതലായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടൊന്നുമില്ല തയ്യാറാക്കിയിട്ടുള്ളത്, സാധാ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കറിവേപ്പില ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ചുമന്നുള്ളി ഒരു 6 ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 15 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ചേർത്തിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം ഇതിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വെളുത്തുള്ളി നമ്മൾ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിലർ വെളുത്തുള്ളി കുറവായിരിക്കും ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി എന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള കറി കേട്ടോ. ആദ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് കുറച്ച് മോഡലായിട്ട് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നെയ്ച്ചോറിൻ്റെയും പത്തിരിയുടെയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെയും പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. നമ്മൾ സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിനെ ചേർത്ത് കൊടുക്കണം. അപ്പോഴുള്ളൂ പെട്ടെന്ന് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ടി പോലെ അങ്ങനെ കിടക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്ത് വെക്കട്ടോ. അതിൻ്റെ തണുപ്പ് പോയിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് ഇപ്പോൾ അതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും തക്കാളി. അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും. തക്കാളി നല്ലപോലെ കുക്കായതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചേർത്തിക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ഞാൻ ചേർത്തത് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത് കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല, സാധാ മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഞാൻ കൂടുതലായിട്ട് ചേർക്കലുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 1-2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നേരത്തെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ മസാലയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് കറി എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ സ്വാഭാവികം ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിയോട് കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര മതി. ഇനി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിളച്ച് വരട്ടെ അത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ 1.5 കപ്പ് വെള്ളം എടുത്തതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി സെറ്റാക്കി എടുത്തപ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു കറി തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. പിന്നെ തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒരു 3 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു നാടൻ ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളൊരു 4 മിനിറ്റും കൂടി വേവിച്ചെടുത്തപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര മതി. ഇതിൽ കുറച്ച് കൂടുതൽ കറി ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും. പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊറാട്ടൻ്റെയും പത്തിരിൻ്റെയും നെയ്ച്ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും ചിക്കൻ കറി വെക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നാടൻ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ.